എനർജി ലൗഡ് വൺസിന് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാമെന്ന് സാറ് പറഞ്ഞു. ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്തോ? നല്ല ചോദ്യം. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഹീലേഴ്സിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ദൈവത്തിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു സ്ഥാനം അവർ, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഒരു സർജറി റൂമിൽ ഇതുപോലെ ലൈറ്റ് ഉണ്ടാവും. ഒരു നിർണായക സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് പവർ ഫെയിലിയർ വന്ന് ലൈറ്റ് പോകുന്നത്. ഇത് ചിലപ്പോൾ അവരുടെ അക്കാഡമിക് സ്റ്റഡീസിലുള്ള കാര്യമായിരിക്കില്ല. അവർ ആ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് അവരെന്ത് ചെയ്യുകയാണ്, അവരവരുടെ ഇൻ്റലിജൻസിൽ നിന്നുകൊണ്ട് അവർ അടുത്ത തലത്തിലേക്ക് ഒരു ബോധം, ഒരു കോൺഷ്യസ്നെസ്സിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഡീപ്പർ കോൺഷ്യസ്നെസ്, അവബോധ തലം. അതിനെയാണ് തുര്യമെന്നൊക്കെ പറയുന്ന പോലൊരു അവസ്ഥ. നമ്മൾ ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ പറയും. അതുപോലെ ഒരു അതീന്ദ്രിയമായൊരു എനർജി അയാളിൽ വർക്ക് ചെയ്യും. ആ ഒരാളിൽ പറയുന്ന നമ്മുടെ ഇന്നർ സെൽഫിൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമഗുരുവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരാളിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് റേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാറെ, മുന്നേ നമ്മൾ പറഞ്ഞു നിർത്തിയത് എനർജി ലൗഡ് വൺസിന് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാമെന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഹീലിങ്ങിനുള്ള ഒരു ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. ലൗഡ് വൺസിന് ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്തോ? തീർച്ചയായും ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ ഹീലിങ്ങിന് വരുമ്പം ഓക്കെ, ഈ പറഞ്ഞ കണക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. പക്ഷെ എന്തായാലും ആസ് എ ഹീലർ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ദൗത്യം ചെയ്തു കൊടുക്കാനുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് പ്രൈമറിലി വരുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാ കേസുകളും ഞാനും അറ്റൻഡ് ചെയ്യില്ല. എനിക്ക് കണക്റ്റ് ആവുന്നത് മാത്രമേ ഞാനും ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് ലൗഡ് വൺസ്, ചിലപ്പോൾ എനിക്ക് വീട്ടിൽ മോളുടെ ഒരു കേസ് എനിക്ക് ചിലപ്പം ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത്, ഒരു ഫൊർഗീവ്നെസ് കൊടുത്ത് ഞാൻ അവിടെ അത് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാത്തൊരാൾ ചിലപ്പം പാതിരാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഹീലർ എന്ന് പറയുന്നത് അവർ ദൈവമേ എന്നൊന്ന് വിളിക്കും, പിന്നെ അടുത്തത് ചോദിക്കുമായിരിക്കും, ചിലപ്പോൾ ശിവനെ വിളിച്ചാൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഹീലേഴ്സിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ദൈവത്തിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു സ്ഥാനം അവർ, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ അവർക്കൊരു വിശ്വാസം, ഒരു ഡോക്ടറിനെ പോലെ ഒരു ഹീലർ. അപ്പം ഇതിനകത്ത് സാർ ഇങ്ങനെ ലൗഡ് വൺസിനെ മാത്രമേ ഹീൽ ചെയ്യാവൂ എന്ന് പറയുമ്പം അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞു. തീർച്ചയായും ഷിബിന ചോദിച്ച ചോദ്യത്തിനകത്തുനിന്ന് ഞാൻ ഉത്തരത്തിലേക്ക് വരികയാണ്. ഡോക്ടർമാരെ പോലെ ഹീലർ, ഡോക്ടർമാരെ പോലെ. അപ്പോൾ ഡോക്ടർ ബൈ പ്രൊഫഷൻ ഹീലിംഗ് ആണ് ചെയ്യുന്നത്, ആണല്ലോ. ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിനിലേക്ക് തന്നെ വരാം. മോഡേൺ മെഡിസിനിലേക്ക് വരുമ്പോൾ ഒരു 100 കുട്ടികൾ MBBS പാസ്സായി. അപ്പോൾ 100 പേരും ഈ പറയുന്ന ചികിത്സ നടത്താൻ, ഹീല് ചെയ്യാൻ പ്രാപ്തരായി, അറിവ് കൊണ്ട് അവരുടെ ഇൻ്റലിജൻസിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഉള്ള പ്രാപ്തിയിലേക്ക് അവരെത്തി. ഈ 100 പേരിൽ നിന്ന് തുടർ പഠനത്തിലേക്ക് പോകുമ്പോൾ ഒരു 10 പേര് കാർഡിയാക് സർജറിയിലേക്ക് പോയി. ഹയർ സ്റ്റഡീസിൽ 10 പേര് കാർഡിയാക് സർജറിയിൽ പോയി. അപ്പോൾ ഈ 100 പേരും അവരുടെ മുന്നിലേക്കൊരു രോഗലക്ഷണവുമായിട്ട്, ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അക്കാഡമിക്കായിട്ടുള്ള അറിവ് അവർ MBBS പഠനകാലത്തിൽ നേടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മരുന്ന് അവർ എഴുതി കൊടുക്കും. ദാറ്റ് കംസ് ഫ്രം ദെയർ ഇൻ്റലിജൻസ്. അത് അവരുടെ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും വരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനെയാണ് അവസ്ഥകളിൽ ഒന്നാമത്തെ അവസ്ഥയായ ജാഗ്രത് എന്ന് പറയുന്നത്. ഫ്രോയിഡ് പറഞ്ഞ കോൺഷ്യസ് മൈൻഡ്. അവിടെ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ 100 പേരിൽ 10 പേര് കാർഡിയാക് സർജറിയിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു, കാർഡിയാക് സർജറിയുടെ വിഷയങ്ങൾ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ കാർഡിയാക് സർജറി സംബന്ധിച്ചുള്ള ചെറിയ സർജറികളൊക്കെ ചെയ്യാൻ അവർക്കറിയാം. അവരത് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വരുന്ന കാർഡിയാക് സർജറി വേണ്ട രോഗികൾക്കുള്ള സർജറി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാക്കി 90 പേരിൽ നിന്നും ഈ 10 പേര് അവർ അല്പം കൂടി ഹയർ ലെവലിലേക്ക് അവരുടെ അറിവിനെ വർദ്ധിപ്പിച്ചു. അവരതിനെ ഓപ്പറേഷൻ തിയേറ്റർ, സർജറി റൂമിലേക്ക് അവരെ പ്രയോഗിക്കുന്ന തലത്തിലേക്ക് എത്തി. അവിടെ ഇൻ്റലിജൻസ് മാത്രം പോരാ, ആ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഓരോ കണ്ടിജൻസിയെയും മറികടക്കാനുള്ളൊരു ബോധം അവർ അക്കാഡമിക്കലി പഠിച്ച അറിവിൻ്റെ അപ്പുറത്തേക്ക്, ചിലപ്പോൾ
ഇപ്പോൾ നമ്മളിരിക്കുന്ന ഫ്ലോറിൽ ലൈറ്റ് കിടപ്പുണ്ട്. ഒരു സർജറി റൂമിൽ ഇതുപോലെ ലൈറ്റ് ഉണ്ടാവും. ഒരു നിർണായക സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് പവർ ഫെയിലിയർ വന്ന് ലൈറ്റ് പോകുന്നത്. ഇത് ചിലപ്പോൾ അവരുടെ അക്കാഡമിക് സ്റ്റഡീസിലുള്ള കാര്യമായിരിക്കില്ല. അവർ ആ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് അവരെന്ത് ചെയ്യുകയാണ്, അവരവരുടെ ഇൻ്റലിജൻസിൽ നിന്നുകൊണ്ട് അവർ അടുത്ത തലത്തിലേക്ക് ഒരു ബോധം, ഒരു കോൺഷ്യസ്നെസ്സിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ 100 പേരിൽ 10 പേര് ഈ കാർഡിയാക് സർജറി ചെയ്യുമ്പോൾ, ഇനി ഈ 10 കാർഡിയാക് സർജറിമാരിൽ ഒരാൾ മാത്രമേ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിയുന്ന തലത്തിലേക്ക് ഉയരുള്ളൂ. എല്ലാ കാർഡിയാക് സർജന്മാരും പോയിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തില്ല. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമതൊരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ അയാൾ കോൺഷ്യസ്നെസ്, അയാളുടെ അക്കാഡമിക് ഇൻ്റലിജൻസ് നിന്നുകൊണ്ട് അയാൾ ചികിത്സിക്കുകയാണെങ്കിൽ, രണ്ടാമത് കാർഡിയാക് സർജറിയിലേക്ക് പോകുമ്പോൾ സർജറി റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു കണ്ടിജൻസിയെ അയാൾ പെട്ടെന്ന് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബോധം, ഒരു വിവേകം അയാളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കേവലം ഇൻ്റലിജൻസിനപ്പുറത്തേക്ക് ഡീപ്പർ കോൺഷ്യസ്നെസ്സിൽ അയാൾ പ്രവർത്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റും. ഡീപ്പർ കോൺഷ്യസ്നസ്, അവബോധ തലം, അതിനെയാണ് തുര്യമെന്നൊക്കെ പറയുന്ന പോലൊരവസ്ഥ. പ്രാണനും ഇൻ്റലിജൻസും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നൊരവസ്ഥ. പക്ഷേ ഈ പറഞ്ഞ 100-ൽ ഒരാൾ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിവുള്ള ഒരു തലത്തിലേക്ക് എത്തിയ ഒരാൾ അവിടെ ചെയ്യുമ്പോൾ അയാളുടെ അക്കാഡമിക്കായിട്ടുള്ള അറിവ്, അയാളുടെ ഇൻ്റലിജൻസ്, ആ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, പെട്ടെന്നുണ്ടാകുന്ന കണ്ടിജൻസിയെ മറികടക്കാനുള്ള ബോധം, ഇത് മാത്രം പോരാ. അതിനപ്പുറത്തേക്ക് ഒരു നമ്മൾ ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ പറയും, അതുപോലെ ഒരു അതീന്ദ്രിയമായൊരു എനർജി അയാളിൽ വർക്ക് ചെയ്യും. ആ ഒരാളിൽ വർക്ക് ചെയ്യുന്നത് ഇൻ്റലിജൻസിനും ഡീപ്പർ കോൺഷ്യസ്നെസ്സിനും ബോധത്തിനും അവബോധത്തിനും അപ്പുറത്തേക്ക് പ്രാപഞ്ചിക ബോധമാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രാപഞ്ചിക ബോധം, അതിനെയാണ് തുര്യാതീതം എന്ന് പറയുന്നൊരവസ്ഥ. അതായത് ഈ പറയുന്ന നമ്മുടെ ഇന്നർ സെൽഫിൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമഗുരുവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരാളിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ എടുത്തു മാറ്റി മറ്റൊരു ഹൃദയത്തെ അവിടെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സാധാരണ ഒരാൾക്ക് സാധിക്കണമെന്നില്ല. അവിടെ ഈ പറയുന്ന ഒരു സ്പെഷ്യൽ ഒരു എനർജി, ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ലൗഡ് വൺസ് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് ലൗഡ് വൺസ് എന്ന് പറഞ്ഞു? പല ഹീലേഴ്സും മാനസിക തലത്തിലാണ് ഹീൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇമോഷണലി ഏത് കാര്യങ്ങളെയും അവരെടുക്കാറുണ്ട്. അവരെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പഠിച്ച മൊഡാലിറ്റി, അവരുടെ ഹീലിംഗ് മൊഡാലിറ്റിയിൽ നിന്നുകൊണ്ട്, അവരുടെ ഇൻ്റലിജൻസിൽ നിന്നുകൊണ്ട് അവരതിന് മറുപടി തേടാൻ ശ്രമിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് പ്രാണനിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ പ്രാണനിൽ നിന്നുകൊണ്ടുള്ള പ്രൊട്ടക്ഷൻ, ഞാനതാണ് നേരത്തെ പറഞ്ഞ 16 കലകളിൽ ഓരോ കലയും 4 ഡയമെൻഷനിൽ പ്രവർത്തിക്കുമെന്നും അതിന് വജ്രശരം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോയാൽ മാത്രമേ ഈ പറയുന്ന അവബോധ തലത്തിനും അപ്പുറത്തേക്കുള്ളൊരു തലം, തുര്യത്തിനും അപ്പുറത്തേക്ക്, തുര്യാതീതം എന്ന് പറയുന്നൊരു ബോധത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് ഒരാളിൻ്റെ പ്രശ്നത്തെ ഹീൽ ചെയ്യാനും സെയിം ടൈം അയാളുടെ സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ എനർജിക്ക്, പ്രാണന് യാതൊരു തരത്തിലുള്ള ശോഷണവും സംഭവിക്കാതെ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ വി ഹാവ് ടു കണക്ട് വിത്ത് അവർ സെൽഫ്സ് ആൻഡ് അവർ ലൗഡ് വൺസ്. അവിടെ കണക്ട് ചെയ്ത് ആ ഇന്നർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ, തുര്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ പറയുന്ന തത്വത്തിലേക്ക് എത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ വി വിൽ കണക്ട് ഇറ്റ് വിത്ത് സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിന് ഇടയ്ക്കൊരവസ്ഥയുണ്ട്. കോൺഷ്യസ്നെസ്സിനും ഡീപ്പർ കോൺഷ്യസ്നെസ്സിനും ഇടയ്ക്കൊരവസ്ഥയുണ്ട്. വി ആർ ഓൾ കണക്റ്റഡ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കണക്റ്റഡ് ടു ദാറ്റ് ലെവൽ, ദാറ്റ് ഈസ് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധതലം. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അർത്ഥബോധതലം, സെമി കോൺഷ്യസ് മൈൻഡ്. അവിടെ ബോധം കുറവാണ്, ഇൻ്റലിജൻസ് വർക്ക് ചെയ്യില്ല. അവിടെ വൈകാരികതയാണ്. എനിക്ക് അയാളെ സഹായിക്കണം, അയാളുടെ സഫറിങ് കണ്ട് എനിക്ക് സഹിക്കുന്നില്ല, ഞാനവിടെ സഹായിക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെ സഹായിക്കാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ ഉപബോധത്തിലാണ് നിൽക്കുന്നത്. ആ ഉപബോധത്തിൻ്റെ പ്രതിഫലനമാണ് അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം. അയാളെ സഹായിക്കാൻ പോകുന്ന ഹീലറും ഉപബോധത്തിൽ നിന്നുകൊണ്ടാണ് സഹായിക്കുന്നത്. ഫലത്തിൽ ഈ ഹീലറുടെ ഉപബോധ തലത്തിലുള്ള ഇടപെടൽ കാരണം അവിടെ എന്ത് ചെയ്യും, അയാൾക്ക് ഹീൽ ചെയ്യപ്പെടും. പക്ഷേ ഹീലർ സ്വാഭാവികമായിട്ടും ഇമോഷണൽ ബൈയിങ്, അവിടെ ഈ പറയുന്ന വൈകാരിക തലത്തിൽ ആ ദുഃഖത്തെ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാവും. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന ഒരു ഡോക്ടറുടെ തലത്തിലേക്ക് ഹീലർക്ക് ഉയരാൻ സാധിച്ചാൽ യു ക്യാൻ ഹീൽ എനിബഡി. അതുകൊണ്ടായിരിക്കാം നമുക്ക് ചിലരെ ഹീൽ ചെയ്യാൻ നമുക്ക് തന്നെ വേണ്ടാന്ന് കരുതുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ട, ഓക്കെ, പിന്നീട് ചിലപ്പം ചെയ്യാൻ പറ്റും. ദാറ്റ് കംസ് ഫ്രം യുവർ ഇന്നർ സെൽഫ്. നിങ്ങൾ ഇന്നർ സെൽഫിൽ കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ കോൺഷ്യസ്നെസ് ആണ്. ആ കോൺഷ്യസ് തലത്തിൽ നമുക്ക് ആ ബോധം ഉള്ളത് കൊണ്ടാണ്. ആ ബോധമില്ലാത്തവർ എല്ലാത്തിലും കയറി ചെയ്യും.
അപ്പം ഒരു അപ്പൊ ഞങ്ങളുടെ ഭാഷ പറയുമ്പോൾ ഞങ്ങൾ പറയും അത് എനർജി കണക്ട് ആവുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരോട് പറയുന്നതല്ല, നമുക്കത് തോന്നുന്ന കാര്യം. അപ്പൊ ഓക്കെ, അത് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. സാർ, മുന്നേ അവധൂതന്മാരുടെ ആസക്തിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പം അവർക്ക് ഈ നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആസക്തി? ഇപ്പം പല സിദ്ധന്മാർക്കും ഓരോരോ അഡിക്ഷൻസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളൊരു അവധൂതനെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ആത്മീയത പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തവരാണ് അവധൂതന്മാർ. നമ്മൾ കാണുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ കടന്നു പോകുന്നവരിൽ അവധൂതന്മാരുണ്ട്. ഈ അവധൂതനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു അവധൂതനാണെന്ന് തിരിച്ചറിയാതിരിക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശാരീരിക അവസ്ഥ, അയാൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോട്, ചിലപ്പോൾ മദ്യത്തിനോട്, അല്ലെങ്കിൽ പുകവലിക്കുന്നതിനോട്, ഏതെങ്കിലും ഒരു വസ്തുവിനോട് അയാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ മാംസാഹാരത്തോട്, ഏതെങ്കിലും ഒരു വസ്തുവിനോട് അദ്ദേഹം വളരെ ആസക്തിയോടുകൂടി അതിനെ സമീപിക്കുന്നത് ഒരു മനുഷ്യന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ സിദ്ധൻ എങ്ങനെയാണ് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് എത്തിയില്ലല്ലോ, ഈ ഒരു പ്രത്യേക സംഭവത്തിൽ അറ്റാച്ച്ഡ് അല്ലേ എന്ന് ചോദിക്കാം. ഒരു മനുഷ്യൻ, മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ മദ്യത്തിനോട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അവധൂതൻ്റെ അറ്റാച്ച്മെൻറ്റ്, മദ്യത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റാണ്. സ്ഥൂല സൂക്ഷ്മത്തിലെ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഒരുവൻ്റെ ആത്മീയതയെ അളക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവധൂതന്മാർ. ഇപ്പോൾ പ്രഭാകരസിദ്ധർ, ശിവപ്രഭാകരസിദ്ധർ, അദ്ദേഹത്തിൻ്റെ സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയതയ്ക്ക് മാർക്കിടാൻ പറ്റില്ല. അപ്പോൾ അത് ഈ പറയുന്ന അവരുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവർ ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നുകൊണ്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. സാധാരണ മനുഷ്യൻ്റെ അറ്റാച്ച്മെൻറ്റാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഈ പറയുന്ന ബ്രഹ്മഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥിയിലൂടെ പറയുന്നത്. മനസ്സിലാകുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഇപ്പം ശരനൂലിലുണ്ടാവുന്ന ഈ ബ്രീതിങ് പ്രാക്ടീസസ്, പ്രാണായാമ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രാണായാമയുടെ പ്രാക്ടീസസിൻ്റെ ഗുണങ്ങൾ. അതും ശരനൂലും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്തെങ്കിലും കാണുമായിരിക്കും, പക്ഷെ അതിനെ പറ്റിയിട്ട് ആളുകൾക്ക് നല്ല ചോദ്യമാണ്.